പത്തനംതിട്ടയിലേക്കാണ് ആദ്യ യാത്ര. അവിടെ പ്രക്കാനം ഇലന്തൂർ റോഡിന് സമീപം പാതി പണിത ഒരു കെട്ടിടമുണ്ട്. കാട് കയറി നശിച്ചു കിടക്കുകയാണ് ഈ കെട്ടിടം. പൊതുപണമാണ് ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് എന്നതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. എന്തിന് കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയെന്നോ ഇനി എന്ത് ചെയ്യുമെന്നോ അധികൃതർക്ക് ആർക്കും അറിയില്ല. കണ്ണായ സ്ഥലം, എല്ലാവിധ സൗകര്യങ്ങളും, ഭൂമിക്ക് പൊന്നും വില കിട്ടും ഈ കാണുന്ന പ്രദേശത്ത്. എന്നാൽ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. പണിതിട്ടും പണി തീരാതെ വന്നതോടെ പണി നിർത്തിപ്പോയ അവസ്ഥയിലാണ് ഇലന്തൂർ പ്രക്കാനം റോഡിലെ ഈ കെട്ടിടം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനൊരു വരുമാനവും, അല്ലെന്നെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതുവഴി മറ്റുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വരുന്നത്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് ബിൽഡിംഗ് എന്ന രീതിയിലാണ് ഇത് പണിതിട്ടേക്കുന്നത്. വളരെ കാലമായിട്ട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂത്തി പോലെ തന്നെ ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കുകയാണ്. യാതൊരുവിധ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും നടക്കുന്നില്ല. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനു വേണ്ടി 5 വർഷം മുമ്പ് പണി തുടങ്ങി. 3 നില കെട്ടിടത്തിന്റെ മാതൃകയിലായിരുന്നു നിർമ്മാണ ഘടന. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നില പോലും പൂർത്തിയായിട്ടില്ല. ഇനി ഈ കെട്ടിടം എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയുകയുമില്ല. കെട്ടിടത്തിന്റെ ഉയരത്തിൽ കാട് വളർന്നു വലുതായി. ഇഴജന്തുക്കൾ സ്വൈരവിഹാരം നടത്തുന്നു. ഈ ബിൽഡിംഗ് പണിഞ്ഞതിൽ പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു ശല്യമായിട്ട് തന്നെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അതുപോലെ ഇഴജന്തുക്കൾ, അയൽവാസികൾക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് ഈ ബിൽഡിംഗ് വന്നത് പിന്നെ കാട് കയറി നശിച്ച് കിടക്കുകയാണ്. ഇത് നമുക്ക് പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിട്ടേക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഈ കാണിച്ചിരിക്കുന്ന ഈ കോലാഹലങ്ങൾ നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ കാണുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് മാത്രം ലക്ഷങ്ങൾ ചെലവായി. ഇവിടെ ഒരു അങ്കണവാടിയോ വായനശാലയോ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ നാടിന് പ്രയോജനപ്പെടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. തറകെട്ടി തൂണുവാർത്ത് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിടം ഇനിയും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് നിലം പൊത്തിയേക്കും. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് എന്തിനിങ്ങനെ സർക്കാർ ദൂർത്തടിക്കുന്നു എന്ന ചോദ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു അംഗൻവാടി പണിയായിരുന്നു. ഈ സ്ഥലം നേരത്തെ വെൽഫെയറായിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഇരുന്നത്. അംഗൻവാടി പണിയാനുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്ന അന്നേരമാണ് ഇങ്ങനൊരു കെട്ടിടം വരുന്നത് ഞങ്ങൾ അറിഞ്ഞതും അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നതും. സാധാരണക്കാരന് ലഭിക്കേണ്ട ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ അതിൻ്റെ പൈസയൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പണിയുന്നത്. പക്ഷെങ്കിൽ അത് പൂർത്തീകരിക്കാതെ, അതിന് ലക്ഷ്യം കാണാതെ ഇങ്ങനെ നശിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം, ചിലവാക്കിയ പൈസ ഒക്കെ ഇല്ലാതായി പോകുന്നൊരു സ്ഥിതിവിശേഷം ഗവൺമെൻറ്റിനും അത് പൊതുജനങ്ങൾക്കും വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഭൂമിയില്ലാതെ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. അതിനിടയിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ മൂക്കിന് താഴെ കാടുമൂടി അനാഥമായി ഒരു കെട്ടിടം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന സിനിമാ ഡയലോഗ് പോലെയാണ് ഇലന്തൂർ പ്രക്കാനം റോഡിലെ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം തുടങ്ങി. പാതി വഴിയിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചു. എന്തിന് ഈ കെട്ടിടം നിർമ്മിച്ചുവെന്നോ എന്തുകൊണ്ട് ഇത് പാതി വഴിയിൽ മുടങ്ങിയെന്നോ ബന്ധപ്പെട്ട അധികൃതർക്ക് ആർക്കും അറിയില്ല. പൊതുജനം അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനോടും അധികൃതർ മുഖം തിരിക്കുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.